ഇതിനകത്ത് എപ്പോഴും നമ്മൾ സ്ത്രീയെ ഇര എന്ന് വിളിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ഇരയ്ക്കൊപ്പമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ ആരാണ് ഇര എന്നത് കോടതി കണ്ടുപിടിച്ച് തെളിയിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരാണ് ഇര എന്നുള്ളത്. ഇതിനകത്ത് എത്ര പേര് ഇൻവോൾവ് ആണ്? ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻവോൾവ് ആണ്, ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ, എത്ര പേര് ഇതിൽ വലിച്ചഴിക്കപ്പെടുന്നു. പിന്നെ എന്താ പറയുക, കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഭർത്താവ്, എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇര എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇര. അപ്പം ഇത് ഒരു ഫെയറായൊരു കാര്യമായിട്ട് ഒരു ആംഗിളിലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണമല്ലല്ലോ. ഇത് കോടതി മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചത് അദ്ദേഹം ഈ ഭ്രൂണഹത്യ അടക്കം വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ ഇവരെ റേപ്പ് ചെയ്തതിന്റെ വിശദീകരണവും ആ ഒരു വാദവും കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയും അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം റദ്ദ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള കേസ് എന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയുമോ? ബേസ്ലെസ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് കണ്ണടച്ച് ഒരു വിഭാഗത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് ആദ്യം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ സ്ത്രീയെ ഇര എന്ന് വിളിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ഇരയ്ക്കൊപ്പമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ ആരാണ് ഇര എന്നത് കോടതി കണ്ടുപിടിച്ച് തെളിയിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരാണ് ഇര എന്നുള്ളത്. ഇതിനകത്ത് എത്ര പേര് ഇൻവോൾവ് ആണ്? ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻവോൾവ് ആണ്, ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ, എത്ര പേര് ഇതിൽ വലിച്ചഴിക്കപ്പെടുന്നു. പിന്നെ എന്താ പറയുക, കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഭർത്താവ്, എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇര എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇര. അപ്പം ഇത് ഒരു ഫെയറായൊരു കാര്യമായിട്ട് ഒരു ആംഗിളിലും എനിക്ക് തോന്നുന്നില്ല. അപ്പം രണ്ടാമതായിട്ട് ഒരു കുട്ടി പരാതിയുമായി രംഗത്ത് വന്നത് SIT ഇപ്പോൾ അന്വേഷണത്തിൽ 21 വയസ്സിലാണ് ആ കുട്ടി ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെടുന്നത്. അത് ശരിക്കും നോക്കൂ ദീപ, അത് ഇപ്പോൾ SIT ആണ് അതിന്റെ അന്വേഷണം. പൂങ്കുഴലി അവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു തീവ്രത നോക്കൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരാണ് ഇര അല്ലെങ്കിൽ ആരാണ് അതിജീവിത, അങ്ങനെ ഒരു സംസാരത്തിന് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടോ? അല്ല, ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഇത് തെളിഞ്ഞോ? അന്വേഷണത്തിലാണെന്നുള്ളത് സനിസ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്. തെളിഞ്ഞില്ലല്ലോ. പക്ഷെ അതിനു മുൻപേ നമ്മൾ വിധി എഴുതി കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രൂട്ടലായി പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ ഇപ്പോൾ. അത് ശരിയാണോ? അല്ല, ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു ഇത്തരം അതിജീവിത, ഇതിൽ അതിജീവിത എന്ന് പറയുന്നത് തെളിഞ്ഞോ? എന്താണ് അതിജീവിച്ചിരിക്കുന്നത് ഈ കുട്ടി? അപ്പം അതിജീവിത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർവൈവർ. വാട്ട് ഹാസ് ഷീ സർവൈവ്ഡ്? എന്താണ് അതിജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും തെളിഞ്ഞിട്ടില്ല. പക്ഷെ ഓൾറെഡി നമ്മുടെ സമൂഹം ആ പെൺകുട്ടിയെ അതിജീവിതയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു പ്രശ്നം. അതാണ്, ആ കുട്ടി യഥാർത്ഥത്തിൽ അതിജീവിതയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. കാരണം ഞാൻ ഒരിക്കലും സ്ത്രീ വിരോധിയല്ല. ആവശ്യമുള്ള ഹെൽപ്പ് വേണ്ട ജെനുവിൻ ക്രൈസ് നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരോടൊപ്പം തന്നെ വേണം. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി പരാതിയുമായിട്ട് വന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ ഒരുപാട് പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ചന്നം ഭിന്നം പേരുകൾ പറഞ്ഞ പരാതികൾ വരുന്നുണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം കളവാണെന്ന് എൻ്റെ ഭർത്താവ് തന്നെ ഉൾപ്പെട്ട് അതിനുള്ള തെളിവുകൾ കൊടുത്ത് ഇല്ലാതാക്കിയതാണ്. അതായത് കള്ളപ്പരാതികളാണെന്നുള്ളത്. അപ്പോൾ അതും അവരെയൊക്കെ അതിജീവിതയായേനെ കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അത് റേസ് ചെയ്യേണ്ട സമയത്ത് ആ വോയിസ് റേസ് ചെയ്തതുകൊണ്ട് ആ കളവെല്ലാം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം നമുക്കറിയില്ല ഓരോരുത്തർക്കും. ഇതേപോലെ ഞാൻ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല, പക്ഷേ എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച കാര്യമാണെങ്കിലും ഒക്കെ പിന്നീട് CBI അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞ കാര്യമാണ്. ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്പിറസി അഗൈൻസ്റ്റ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് CBI റിപ്പോർട്ട് വന്നത് പോലും. അപ്പോൾ ഇതിനൊക്കെ ആരും ഉത്തരം പറയും? പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോടതിയുടെ ഒരു വീക്ഷണം തന്നെയുണ്ട്. വ്യക്തമായിട്ട് ഈ ഭ്രൂണഹത്യയിൽ അദ്ദേഹം നിർബന്ധിച്ചതിന്റെ ഒക്കെ രേഖകൾ വ്യക്തമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു SIT അടക്കമുള്ള അന്വേഷണം നടത്തണമെങ്കിൽ അത് ഒരിക്കലും ഒരു അതിജീവിത തന്നെയല്ലേ. ഒരു 23 വയസ്സാണ് ആ പെൺകുട്ടിക്ക്. ഇപ്പോൾ 21 വയസ്സിൽ നടന്ന ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കാര്യം ആ പെൺകുട്ടി കമ്മൗട്ട് ചെയ്ത് പറയുകയാണ്. അതിനെ നമുക്ക് അതിജീവിത എന്നല്ലാതെ മറ്റേത് പേരിലാണ് പറയാൻ കഴിയുക? അങ്ങനെ പറയാറായിട്ടില്ല. അത് നമ്മൾ എന്ത് പേരിൽ പറയണം എന്നുള്ളത് കോടതി ഇതിന് വിധി പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ. അതിജീവിതയാണെന്നുണ്ടെങ്കിൽ നാളെ കോടതി എല്ലാ എവിഡൻസും എല്ലാ എന്താ പറയുക തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കും? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ അതിജീവിത എന്ന് പറയുമോ? അല്ലെങ്കിൽ അതിജീവിച്ച ഒരു വലിയ ഹീറോ നിങ്ങൾ ആരെങ്കിലും പറയുമോ? പറയില്ല. എപ്പോഴും സ്ത്രീക്കാണ് ആ പേര് അതിജീവിത എന്ന പേര് വരുന്നത്. സോ ഐ എം ജസ്റ്റ് സേയിങ് ലെറ്റ് us വെയിറ്റ്. അല്ലാതെ ഞാൻ ഒരാൾ തെറ്റ് ചെയ്തു എന്നോ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ ഞാൻ പറയുന്നില്ല. കാരണം ആ കേസിൻ്റെ വിശദാംശങ്ങൾ എനിക്ക്
അത്രത്തോളം ഞാൻ പഠിച്ച വ്യക്തിയല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഷുഡ് നോട്ട് ബി ഇൻ എ റഷ്, ഇൻ എ ഹറി. നമ്മൾ സ്ത്രീ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിച്ച് അതിജീവിത അല്ലെങ്കിൽ വിക്ടിം അല്ലെങ്കിൽ ഇര എന്ന് പറയാനുള്ള ഒരു തിടുക്കം നമ്മുടെ സമൂഹത്തിന് പാടില്ല എന്നത് മാത്രമാണ് എൻ്റെ ഒരു ഹംബിൾ സബ്മിഷൻ. കാരണം നാളെ ആർക്ക് വേണമെങ്കിലും ഏതൊരു പുരുഷനുമായിട്ടും ഒരു സ്ത്രീയുമായിട്ട് അത് അവരുടെ പേഴ്സണൽ മാറ്റർ അല്ലേ, അവർ തമ്മിൽ സ്നേഹത്തിൽ ഏർപ്പെട്ടു, അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കും സംഭവിക്കാം, മനസ്സിൻ്റെ കാര്യമാണ്. ആരോട് വേണമെങ്കിലും അട്രാക്ഷൻ തോന്നാം, സ്നേഹം തോന്നി, ഒന്നും അല്ല ഇവിടെ വിഷയം. പക്ഷേ ആ സ്നേഹം ഓണപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഓണപ്പ് ചെയ്യണം. നാളെ ഒരു അവസരത്തിൽ അത് തിരിഞ്ഞ് പീഡനമായി മാറിയാൽ അത് നമ്മുടെ സമൂഹത്തിനൊരു ത്രെറ്റാണ്, വെല്ലുവിളിയാണ്. അതില്ലാതാക്കാനാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ എന്തൊക്കെ വാദങ്ങളായിരിക്കും കോടതിയിൽ വരാൻ പോകുന്നതെന്നൊന്ന്? അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അഡ്വക്കേറ്റ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കേസ് എടുക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇന്ന് ബെയിൽ കിട്ടുക തന്നെ വേണം. എല്ലാം ബെയിലിൻ്റെ ഓർഡർ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഇന്ന് 2 മണിക്ക് ശേഷം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപയാണ് നമ്മളോട് സംസാരിച്ചത്. ക്യാമറ പേഴ്സൺ എസ് അനൂഷിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.